അപ്പോൾ ദേ ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ അതിരമ്പുഴ പള്ളിയിലാണ് കേട്ടോ. ഇവിടെ പെരുന്നാളിന് കൊടിയേറിയിട്ടില്ല, പക്ഷെ നമ്മുടെ റൈഡുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാട്ടോ ഞങ്ങൾ വന്നത്. അതിവിടെ മരണകിണറിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകാശത്തൊട്ടിയുടെയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 19 തീയതി കൊടിയേറി കഴിഞ്ഞാൽ ഇതൊക്കെ ഓണാവും കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ പോയി എണ്ണ ഒഴിച്ചിട്ടൊക്കെയാണ് വന്നത്. നമ്മുടെ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരുക്കങ്ങളൊക്കെ പകുതി പൂർത്തിയായി കേട്ടോ. കട കെട്ടാനുള്ള സ്ഥലവും അതുപോലെ തന്നെ റൈഡുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൊല്ലം എല്ലാം അങ്ങ് കാണിക്കാമെന്ന് കരുതി. അതിനിടയ്ക്ക് ഞാൻ പള്ളിയിൽ പോയി എണ്ണ ഒഴിച്ചു, പ്രാർത്ഥിച്ചു, തിരിയൊക്കെ കത്തിച്ചു. പെരുന്നാളിന് മുമ്പ് ഇങ്ങനെ ഞങ്ങളവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ജനുവരി 19-ാം തീയതി, അതായത് തിങ്കളാഴ്ചയാണ് നമ്മുടെ പള്ളിയിൽ കൊടിയേറുന്നത്. കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി 1 വരെ നമുക്ക് പെരുന്നാളാണ്. അതുപോലെ തന്നെ വീടുകളിലുള്ള കഴുന്ന പ്രദക്ഷിണം, നഗരം ചുറ്റുമുള്ള പ്രദക്ഷിണം, അങ്ങനെ കുറേയധികം പരിപാടികളൊക്കെ പള്ളിയിലുണ്ട്. പിന്നെ ജനുവരി 1-ന് നമുക്ക് 8-ാം മഠം കൊടിയഴിച്ച് നമ്മുടെ പെരുന്നാൾ തീരുകയാണ്. അതിന് മുമ്പായിട്ട് പള്ളിയിൽ ഇതുപോലെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. തോരണം എല്ലാം കെട്ടി നല്ലപോലെ അലങ്കരിച്ച് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പള്ളിയിൽ ലൈറ്റൊക്കെ ഇടും. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അതിരമ്പുഴ പള്ളിയിലെ വെടിക്കെട്ടും അതുപോലെ തന്നെ ഫേമസ് ആയിരുന്നു കേട്ടോ. എനിവേ എല്ലാവരും ആഘോഷിക്കാൻ കാത്തിരിക്കുന്നൊരു പെരുന്നാളാണ് കേട്ടോ അതിരമ്പുഴ പള്ളിയിലെ പെരുന്നാൾ. അപ്പം ഞങ്ങളും കാത്തിരിക്കുകയാണ് ഇനി ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങളെ ഈ പെരുന്നാളിൻ്റെ കാര്യങ്ങൾ ഓരോന്നായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജനുവരി 19-ന് ഈ നാടിൻ്റെ ഒരു വലിയ ഉത്സവം തുടങ്ങുകയാണ്.